ഹായ് എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഫെബ്രുവരി 7 നടക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. പക്ഷേ ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് മോഡൽ ചോദ്യമായിട്ടാണ് ഈ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെയും കുറച്ച് എക്സ്പെക്റ്റഡ് ചോദ്യമായിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യത്തെ സെഷൻ കറണ്ട് അഫയറിൻ്റെ സെഷനാണ്. ഒന്നാമത്തെ ചോദ്യം, ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ തീരുമാനിച്ച രാജ്യം. അതായത് ഇപ്പം എഐയുടെ കാലമാണല്ലോ, എഐയുടെ കാലമാണ്. ഇപ്പം എല്ലാവരും എഐ രൂപം ഉണ്ടാക്കുന്ന കാലമാണ്. അപ്പോഴാണ് ലോകത്തിലെ ഒരു രാജ്യം ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ തീരുമാനിച്ച രാജ്യം. ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി സ്വീഡൻ, ഓപ്ഷൻ സി ഡെൻമാർക്ക്, ഓപ്ഷൻ ഡി പോർച്ചുഗൽ. ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ തീരുമാനിച്ച രാജ്യം. ആൻസർ ഓപ്ഷൻ സി ഡെൻമാർക്ക്. രണ്ടാമത്തെ ചോദ്യം, 2025 ഏഷ്യ കപ്പ് ലോക ഹോക്കി ചാമ്പ്യന്മാർ. 2025 ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യന്മാർ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി തായ്വാൻ. 2025 ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യന്മാർ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി തായ്വാൻ. ആൻസർ ഇന്ത്യ. ആൻസർ ഇന്ത്യ. മൂന്നാമത്തെ ചോദ്യം, നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി 2025 ചുമതലയേറ്റത്. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി 2025 ചുമതലയേറ്റത്. ഓപ്ഷൻ അമീറാണി, ഓപ്ഷൻ ബി ബസന്ത് മാജി, ഓപ്ഷൻ സി ദ്രുപതി ശർമ്മ, ഓപ്ഷൻ ഡി സുശീല കർക്കി. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി 2025 ചുമതലയേറ്റത്. ഓപ്ഷൻ എ അമീറാണി, ഓപ്ഷൻ ബി ബസന്ത് മാജി, ഓപ്ഷൻ സി ദ്രുപതി ശർമ്മ, ഓപ്ഷൻ ഡി സുശീല കർക്കി. ആൻസർ സുശീല കർക്കി. നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവികത്താവളം. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവികത്താവളം. ഓപ്ഷൻ എ INS സഹ്യാദ്രി, ഓപ്ഷൻ ബി INS ആരവല്ലി, ഓപ്ഷൻ സി INS സിന്ദൂർ, ഓപ്ഷൻ ഡി INS ഗരുഡ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവികത്താവളം. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവികത്താവളം. ഓപ്ഷൻ എ INS സഹ്യാദ്രി, ഓപ്ഷൻ ബി INS ആരവല്ലി, ഓപ്ഷൻ സി INS സിന്ദൂർ, ഓപ്ഷൻ ഡി INS ഗരുഡ. ആൻസർ INS ആരവല്ലി. നമുക്കറിയാം, ഒരു PSC ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ആരവല്ലി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവികത്താവളത്തിന്റെ പേര് INS ആരവല്ലി. അടുത്ത ചോദ്യം, ഇന്ത്യ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതി ആരംഭിക്കുന്ന വർഷം. ഇന്ത്യ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതി ആരംഭിക്കുന്ന വർഷം. ഓപ്ഷൻ എ 2025, ഓപ്ഷൻ ബി 2026, ഓപ്ഷൻ സി 2027, ഓപ്ഷൻ ഡി 2028. ഇന്ത്യ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതി ആരംഭിക്കുന്നത് 2027. 2025 അടുത്ത ചോദ്യം, 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയതാര്? 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ, ഓപ്ഷൻ ബി അശോകൻ ചരുവിൽ, ഓപ്ഷൻ സി NS മാധവൻ, ഓപ്ഷൻ ഡി പ്രഭാവർമ്മ. ചോദ്യം, 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. 2025 വയലാർ അവാർഡാണ് ഇ സന്തോഷ് കുമാർ, അല്ലേ? 2025 വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. ഓപ്ഷൻ ബി അശോകൻ ചെരുവിൽ. 2024 വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. ഓപ്ഷൻ സി NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. ഹിഗിറ്റ, ലണ്ടൻ ബത്തേടിയിലെ ലുത്തിനിയകൾ എന്നീ കൃതികൾ NS മാധവൻ. ഓപ്ഷൻ ഡി പ്രഭാവർമ്മ. ശ്യാമമാധവം എഴുതിയ പ്രഭാവർമ്മ. 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആൻസർ പ്രഭാവർമ്മ. ആൻസർ പ്രഭാവർമ്മ. അടുത്ത ചോദ്യം, 18ാമത് IPL ക്രിക്കറ്റ് ടൂർണമെന്റിലെ ജേതാക്കൾ. 18ാമത് IPL ക്രിക്കറ്റ് ടൂർണമെന്റിലെ ജേതാക്കൾ. ഓപ്ഷൻ എ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ഓപ്ഷൻ ബി കിങ്സ് 11 പഞ്ചാബ്, ഓപ്ഷൻ സി റോയൽ ടൈഗർ കൽക്കട്ട,
ഓപ്ഷൻ ഡി ഡൽഹി. ചോദ്യം 18ാമത് IPL ക്രിക്കറ്റ് ടൂർണമെന്റിലെ ജേതാക്കൾ. ഓപ്ഷൻ എ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര്, ഓപ്ഷൻ ബി കിങ്സ് 11 പഞ്ചാബ്, ഓപ്ഷൻ സി റോയൽ ടൈഗർ കൊൽക്കത്ത, ഓപ്ഷൻ ഡി ഡൽഹി. 18ാമത് IPL ക്രിക്കറ്റ് ടൂർണമെന്റിലെ ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുത്ത കേരളത്തിലെ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുത്ത കേരളത്തിലെ ദേശീയോദ്യാനം. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി പാമ്പാടുംചോല, ഓപ്ഷൻ ഡി ഇരവികുളം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുത്ത കേരളത്തിലെ ദേശീയോദ്യാനം. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി പാമ്പാടുംചോല, ഓപ്ഷൻ ഡി ഇരവികുളം. ആൻസർ ഇരവികുളം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളം 1978 സ്ഥാപിതമായി. നീലഗിരി താർ വരയാടുകളുടെ കേന്ദ്രം ഇരവികുളം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുത്ത കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം. അടുത്ത ചോദ്യം 2025 49ാമത് വയലാർ അവാർഡ് നേടിയത്. 2025 49ാമത് വയലാർ അവാർഡ് നേടിയത്. ഓപ്ഷൻ എ NS മാധവൻ, ഓപ്ഷൻ ബി പ്രഭാവർമ്മ, ഓപ്ഷൻ സി ഇ സന്തോഷ് കുമാർ, ഓപ്ഷൻ ഡി അശോകൻ ചെരുവിൽ. 2025 49ാം വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാർ. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുൻപ് ഇപ്പം മിനർവയുടെ നേതൃത്വത്തിൽ ഫോഴ്സ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. അതായത് സ്പെഷ്യൽ ടോപ്പിക്കിനും കറണ്ട് അഫെയറിനും എല്ലാ വിഷയങ്ങളും നൽകിക്കൊണ്ട് വളരെ ചെറിയൊരു പൈസയ്ക്ക് ഫോഴ്സിൻ്റെ ഒരു ബാച്ച് തുടങ്ങാൻ പോവുകയാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് വിളിച്ചിട്ടുള്ള CPO, വുമൺ CPO, ഫയർമാൻ, ഫയർ വുമൺ, എക്സൈസ് ഇൻസ്പെക്ടർ, SI ഇങ്ങനെയുള്ള എല്ലാ ഫോഴ്സ് തസ്തികകൾക്കും സ്പെഷ്യൽ ടോപ്പിക്കും കറണ്ട് അഫെയറും മറ്റു വിഷയങ്ങളൊക്കെ വളരെ പ്രാധാന്യമാണ്. അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഫോഴ്സ് ബാച്ച് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ അഡ്മിഷൻ വിവരങ്ങളെല്ലാം അതിനകത്ത് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. 2025 രസതന്ത്ര നോബൽ നേടാത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? കാര്യം 2025 രസതന്ത്ര നോബൽ 3 പേരാണ് പങ്കുവെച്ചത്. 2025 രസതന്ത്ര നോബൽ നേടാത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? 1 സുസുമു കിറ്റ്ഗാവ, 2 റിച്ചാർഡ് റോബ്സൺ, 3 ഒമർ യാഗി, 4 പീറ്റർ ഹോവിറ്റ്. ആൻസർ പീറ്റർ ഹോവിറ്റ്. ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതനമായ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിനും ഊർജ കോണ്ടൻസേഷനും ആയിരുന്നു 2025 ഭൗതികശാസ്ത്ര നോബൽ സമ്മാനിച്ചത്. താഴെ പറയുന്നവയിൽ ആരാണ് ഭൗതികശാസ്ത്ര നോബൽ നേടാത്തത്? അത് 3 പേർക്കാണ് ഭൗതികശാസ്ത്ര നോബൽ 2025 നൽകിയത്. 1 ജോൺ ക്ലാർക്ക്, 2 മിഷേൽ എച്ച് ഡവോ റൈറ്റ്, 3 ജോൺ M മാർട്ടിനിസ്, 4 ഡാനിയൽ ഗോൾമാൻ. അതായത് 2025 ഭൗതികശാസ്ത്ര നോബൽ നേടാത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ ജോൺ ക്ലാർക്ക്, ഓപ്ഷൻ ബി മിഷേൽ എച്ച് ഡവോ റൈറ്റ്, ഓപ്ഷൻ സി ജോൺ M മാർട്ടിനിസ്, ഓപ്ഷൻ ഡി ഡാനിയൽ ഗോൾമാൻ. ആൻസർ ഡാനിയൽ ഗോൾമാൻ ആണ്. അടുത്ത ചോദ്യം 2025 സാഹിത്യ നോബൽ നേടിയ ലാസ്ലോ ക്രാസ്നാഹോർക്ക ഏത് രാജ്യത്തെ പൗരനാണ്? അല്ലെങ്കിൽ 2025 സാഹിത്യ നോബൽ നേടിയ ലാസ്ലോ ക്രാസ്നാഹോർക്ക ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ഹംഗറി, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി സ്പെയിൻ. 2025 സാഹിത്യ നോബൽ നേടിയ ലാസ്ലോ ക്രാസ്നാഹോർക്ക ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ആൻസർ ഹംഗറി. വീണ്ടും അടുത്ത ചോദ്യം 2025 രസതന്ത്ര നോബൽ, അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. 2025 സമാധാന നോബൽ സമ്മാനം നേടിയ മറിയ കൊറീന മച്ചാഡോ വെനസ്വേലയിൽ ഏത് പദവിയാണ് വഹിക്കുന്നത്? ചോദ്യം ഇങ്ങനെയാണ്. 2025 സമാധാന നോബൽ നേടിയത് മറിയ കൊറീന മച്ചാഡോയ്ക്കാണ്. 2025 സമാധാന നോബൽ നേടിയത് മറിയ കൊറീന മച്ചാഡോയാണ്. വെനസ്വേലൻ
രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അത് വെനിസ്വേലയിലെ ഏത് പദവിയാണ് മറിയ കൊറീന മജാഡോ വഹിക്കുന്നത്? ഓപ്ഷൻ എ വിദേശകാര്യമന്ത്രിയാണ്, ഓപ്ഷൻ ബി പ്രതിപക്ഷ നേതാവാണ്, ഓപ്ഷൻ സി പ്രധാനമന്ത്രിയാണ്, ഓപ്ഷൻ ഡി മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷയാണ്. ആൻസർ പ്രതിപക്ഷ നേതാവാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? ഓപ്ഷൻ എ അട്ടക്കട്ടി തമിഴ്നാട്, അട്ടക്കട്ടി അല്ലെങ്കിൽ കോയമ്പത്തൂർ തമിഴ്നാട്, ബി ഹുസൂർ കർണാടക, ഓപ്ഷൻ സി പുൽപ്പള്ളി കേരളം, ഓപ്ഷൻ ഡി തേനി തമിഴ്നാട്. ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ആൻസർ അട്ടക്കട്ടി, അട്ടക്കട്ടി കോയമ്പത്തൂര് തമിഴ്നാട്. വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 100-ാം വാർഷികം പൂർത്തിയായത് ആരുടെ ആത്മകഥയാണ്? 2025 100-ാം വാർഷികം പൂർത്തിയായത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ഭഗത് സിംഗ്, ഓപ്ഷൻ ഡി ലാലാ ലജ്പത് റായ്. 2025 100-ാം വാർഷികം പൂർത്തിയാക്കിയത് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഗാന്ധിജി. 1925 നവജീവൻ വാരികയിലാണ് ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. 2025 100-ാം വാർഷികം പൂർത്തിയാക്കിയത് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഗാന്ധിജി. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വിളിച്ചറിയിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വിളിച്ചറിയിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഓപ്ഷൻ എ 14410, ഓപ്ഷൻ ബി 14405, ഓപ്ഷൻ സി 14490, ഓപ്ഷൻ ഡി 14445. ആൻസർ 14490, 14490. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വിളിച്ചറിയിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഓപ്ഷൻ എ 14410, ഓപ്ഷൻ ബി 14405, ഓപ്ഷൻ സി 14490, ഓപ്ഷൻ ഡി 14445. ആൻസർ 14490. 2025 കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പൽ ഏത്? 2025 കമ്മീഷൻ ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക അന്തർവാഹിനി യുദ്ധക്കപ്പൽ ഏത്? ഓപ്ഷൻ എ INS മാഹി, ഓപ്ഷൻ ബി INS മത്സ്യ, ഓപ്ഷൻ സി INS സൂര്യ, ഓപ്ഷൻ ഡി INS വരുണ. ആൻസർ INS മാഹി, INS മാഹി. എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സൂര്യകാന്ത്? എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സൂര്യകാന്ത്? ഓപ്ഷൻ എ 51, ഓപ്ഷൻ ബി 52, ഓപ്ഷൻ സി 53, ഓപ്ഷൻ ഡി 54. ജസ്റ്റിസ് സൂര്യകാന്ത് സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ചരക്ക് സേവന നികുതിയിലെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ സ്ലാബുകൾ ഏതൊക്കെ? ചരക്ക് GST, ചരക്ക് സേവന നികുതിയിലെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയ സ്ലാബുകൾ. ഓപ്ഷൻ എ 10%, 28%, ഓപ്ഷൻ ബി 12%, 24%, ഓപ്ഷൻ സി 12%, 26%, ഓപ്ഷൻ ഡി 12%, 28%. ആൻസർ 12%, 28%. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി. ഓപ്ഷൻ എ ഗ്രീസ്, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി ഹംഗറി, ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ്. ആൻസർ ബി ഇറ്റലി. 2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലി. 2026 ഫിഫ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന 3 രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? 2026 ഫിഫ അന്താരാഷ്ട്ര ഫുട്ബോൾ നടക്കുന്നത് അമേരിക്കയിലാണ്, വടക്കേ അമേരിക്കയിലാണ്. 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ആ 3 രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. ഉൾപ്പെടാത്ത ഇതിന്റെ ആൻസർ ചിലി. ചിലി സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. 2026 ഫിഫ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്ന 3 രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ചിലി. അടുത്ത ചോദ്യം, 2025 ജൂലൈ 21 അന്തരിച്ച VS അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം. 2025 ജൂലൈ 21 അന്തരിച്ച ശ്രീ VS അച്യുതാനന്ദൻ
കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം? ഓപ്ഷൻ എ 2001 2006, ഓപ്ഷൻ ബി 2006 2011, ഓപ്ഷൻ സി 2007 2012, ഓപ്ഷൻ ഡി 1997 2002. വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരുന്നത് 2006 2011 കാലഘട്ടത്തിൽ. അദ്ദേഹം അന്തരിച്ചത് 2025 ജൂലൈയിൽ. അടുത്ത ചോദ്യം, ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര്? ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര്? ഓപ്ഷൻ എ ഗവർണർ നിവാസ്, ഓപ്ഷൻ ബി നിർവഹണ നിവാസ്, ഓപ്ഷൻ സി ശാന്തി ഭവൻ, ഓപ്ഷൻ ഡി ലോക് ഭവൻ. അടുത്ത് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ NS മാധവൻ, ഓപ്ഷൻ ബി സേതു, ഓപ്ഷൻ സി ശൂരനാട് കുഞ്ഞൻപിള്ള, ഓപ്ഷൻ ഡി KG ശങ്കരപ്പിള്ള. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ള. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ള. ബംഗാൾ എന്ന കവിത രചിച്ചത് KG ശങ്കരപ്പിള്ള. ബംഗാൾ എന്ന കവിത രചിച്ചത് KG ശങ്കരപ്പിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. അടുത്ത ചോദ്യം, 2025 സംസ്ഥാനത്തെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല? 2025 കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല? ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി കൊല്ലം. ആൻസർ കോഴിക്കോട്. അടുത്ത ചോദ്യം, 2025 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കറാച്ചി, ഓപ്ഷൻ സി ലാഹോർ, ഓപ്ഷൻ ഡി സെനഗൽ. അതായത് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കറാച്ചി, ഓപ്ഷൻ സി ലാഹോർ, ഓപ്ഷൻ ഡി സെനഗൽ. ആൻസർ ലാഹോർ, പാകിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഫിഫ അണ്ടർ 20 ലോകകപ്പിൽ കിരീടം നേടിയത്? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി മൊറോക്കോ, ഓപ്ഷൻ സി സ്പെയിൻ, ഓപ്ഷൻ ഡി ബ്രസീൽ. ആൻസർ മൊറോക്കോ. അടുത്ത, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിയ വർഷം? ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിയ വർഷം? ഓപ്ഷൻ എ 2023, ഓപ്ഷൻ ബി 2024, ഓപ്ഷൻ സി 2025, ഓപ്ഷൻ ഡി 2026. ആൻസർ 2024. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ? 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ? ഒന്ന് കോട്ടക്കൽ മലപ്പുറം, തിരൂർ മലപ്പുറം, തിരൂരങ്ങാടി മലപ്പുറം, കുറ്റിപ്പുറം മലപ്പുറം. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരസഭ കോട്ടക്കൽ മലപ്പുറം. എന്നാൽ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം. കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന പദവി നൽകുക, 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2025 സമരം നടന്ന കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ എ സംസ്ഥാന പദവി നൽകുക, 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 2025 സമരം നടന്ന കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ എ ദാമൻ ദിയു, ഓപ്ഷൻ ബി പുതുച്ചേരി, ഓപ്ഷൻ സി ജമ്മു കാശ്മീർ, ഓപ്ഷൻ ഡി ലഡാക്ക്. ആൻസർ ലഡാക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ്? ഓപ്ഷൻ എ കെ ജയകുമാർ, ഓപ്ഷൻ ബി TS പ്രശാന്ത്, ഓപ്ഷൻ സി CK പത്മനാഭൻ, ഓപ്ഷൻ ഡി AS അനന്ത്. ആൻസർ കെ ജയകുമാർ IAS. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി? ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി? ഓപ്ഷൻ എ 21 വയസ്സ്, ഓപ്ഷൻ ബി 23 വയസ്സ്, ഓപ്ഷൻ സി 19 വയസ്സ്, ഓപ്ഷൻ ഡി 18 വയസ്സ്. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള കുറഞ്ഞ പരിധി 18 വയസ്സ്. മദ്യം വാങ്ങിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 23 വയസ്സ്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽക്കുന്നതും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽക്കുന്നതും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായ നിയമം പ്രാബല്യത്തിൽ വന്നത് 96, 2001, 98, 97. ആൻസർ 1997. കേരളത്തിൽ അനുമതിയുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്?
ഓപ്ഷൻ എ 87, ഓപ്ഷൻ സി 37.5, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 21.43. ആൻസർ 37.5. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം ഓപ്ഷൻ ഡി രാവിലെ 10 മുതൽ രാത്രി 10 വരെ, ഓപ്ഷൻ ബി രാവിലെ 11 മുതൽ രാത്രി 11 വരെ, ഓപ്ഷൻ സി രാവിലെ 10 മുതൽ രാത്രി 12 വരെ, ഓപ്ഷൻ ഡി രാവിലെ 9 മുതൽ രാത്രി 9 വരെ. ആൻസർ രാവിലെ 10 മുതൽ രാത്രി 12 വരെ FL3 ലൈസൻസ്. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ്. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ജനങ്ങൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ്. ഓപ്ഷൻ എ 180 ml, ഓപ്ഷൻ ബി 120 ml, ഓപ്ഷൻ സി 500 ml, ഓപ്ഷൻ ഡി 140 ml. 180 ml. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചിരിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ചുമത്താവുന്ന കൂടിയ പിഴ? സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന ശിക്ഷ 200 രൂപ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റുകളിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണം? ഓപ്ഷൻ എ 85%, ഓപ്ഷൻ ബി 70%, ഓപ്ഷൻ സി 65%, ഓപ്ഷൻ ഡി 50%. ആൻസർ ഓപ്ഷൻ എ 85%. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? ഇതൊരു ആവർത്തന ചോദ്യം കൂടാണ്. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 25. ആൻസർ ഓപ്ഷൻ ബി 30. അടുത്ത ചോദ്യം, കോട്ട്പ നിയമപ്രകാരം പൊതുസ്ഥലത്ത് പുകവലിക്കുന്ന ഒരു കുറ്റവാളിക്ക് എക്സൈസ് ഇൻസ്പെക്ടർക്ക് ചുമത്താവുന്ന പിഴ. ആൻസർ 200 രൂപ. അബ്കാരി നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് അബ്കാരി നിയമങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന് സംശയിക്കുന്ന വ്യക്തികളെ അബ്കാരി ഇൻസ്പെക്ടർക്ക് വിളിപ്പിക്കാൻ കഴിയും? അത് അബ്കാരി നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 46, സെക്ഷൻ 50, ഓപ്ഷൻ ബി സെക്ഷൻ 46, ഓപ്ഷൻ സി സെക്ഷൻ 51, ഓപ്ഷൻ ഡി സെക്ഷൻ 48. ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 48. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ. ഓപ്ഷൻ ബി കേരളത്തിനകത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മദ്യം കടത്തിക്കൊണ്ടുപോകൽ. ഓപ്ഷൻ സി കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്നും ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മദ്യം കടത്തുന്നത്. ഓപ്ഷൻ ഡി കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവയിൽ ആരെല്ലാം അംഗങ്ങളാണ്? വിമുക്തിയുടെ സംസ്ഥാന ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. വിമുക്തി ഇത് ജില്ലാതലമാണ് ചോദിച്ചിരിക്കുന്നത്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവയിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനാണ്, ജില്ലാ കളക്ടർ അംഗമാണ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അംഗമാണ്. അന്നേരം 1, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ എന്തെല്ലാമാണ്? ഓപ്ഷൻ എ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക. 2, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. 3, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. എന്നിട്ട് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക.
4 സമ്പൂർണ്ണ മദ്യനിരോധന സംസ്ഥാനത്ത് നടപ്പിലാക്കുക. ഓപ്ഷൻ വിമുക്തി മിഷന്റെ ലക്ഷ്യങ്ങൾ 1ഉം ഫസ്റ്റും സെക്കൻഡും തേർഡും ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി 1, 2, 3. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസ്. ഓപ്ഷൻ എ ഡിസ്റ്റിലറി ഓഫീസർ ഓഫീസ്, ഓപ്ഷൻ ബി കമ്മീഷണർ ഓഫീസ്, ഓപ്ഷൻ സി സ്റ്റേഷനറി ഡയറക്ടർ ഓഫീസ്, ഓപ്ഷൻ ഡി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെട്ട ഓഫീസ് ചോദിച്ചാൽ കമ്മീഷണർ ഓഫീസ്. നിലവിലെ എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ IPS. അടുത്ത ചോദ്യം, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് ആൻസർ NDPS നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളെ NDPS ആക്ട് 1900 NDPS ആക്ടിന്റെ നിയമത്തിന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനെയാണ് നമ്മൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് ശരി. ഇന്ന് നമ്മൾ വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെയും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെയും ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതണം. നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ട് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. അതുപോലെ ഫോഴ്സ് ബാച്ചിനും ലാസ്റ്റ് ഗ്രേഡ് ബാച്ചിനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.